ദേവയാനിയുടെ ഒടുങ്ങാത്ത ഈഗോയും സ്വന്തം തെറ്റിനെ അംഗീകരിക്കുവാൻ കാണിക്കുന്ന മടിയും നയനയെ കരുവാക്കിക്കൊണ്ട് മറ്റുള്ളവരെ വിഡ്ഢികളാക്കുവാൻ ശ്രമിച്ച് മുൻപോട്ട് നടത്തിയ നീക്കങ്ങളുമെല്ലാം വലിയ പണിയായി മാറിയിരിക്കുകയാണ്. ഇത്രയും നാളും തിരുവായിക്ക് എതിർവായില്ല എന്ന് പറയും പോലെ ദേവയാനിയുടെ തലവെട്ടം കാണുമ്പോൾ തന്നെ പൂച്ചയെപ്പോലെ പതുങ്ങിപ്പോകുന്ന ആദർശ് അമ്മയും ഭാര്യയും ചേർന്ന് തന്നെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാ വിധേയത്വങ്ങളും മാറ്റിവെച്ചിട്ട് ദേവയാനിയുടെ മുഖത്ത് നോക്കി പൊട്ടിത്തെറിക്കുകയാണ്. ശരിക്കും ദേവയാനി ഇപ്പോൾ വെട്ടിൽ വീണതുപോലെയായി. ഒരു ഭാഗത്ത് നയനയെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി എന്തു ചെയ്യുമെന്നറിയാതെ കുഴയുമ്പോൾ തന്നെ ആദർശിനെ അനുനയിപ്പിക്കുവാൻ വേണ്ടി പരമാവധി താൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഒന്നും ഫലം കാണാതെ വരുമ്പോൾ തൻ്റെ കപട നാടകങ്ങൾ മറ്റുള്ളവരുടെ എല്ലാം മുൻപിൽ ഒരുപോലെ പൊളിഞ്ഞു വീഴുവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുമാതിരി ഭ്രാന്തമായ മനസ്സുമായി ദേവയാനി ഉഴലുകയാണ്. അതെ, പത്തരമാറ്റ് സീരിയലിൽ വരുവാൻ പോകുന്ന ഒരടിപൊളി ഗംഭീരമായ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് തുടർന്ന് നിങ്ങൾ കേൾക്കുന്നത്. അതിനു മുൻപായി ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും അപ്പോൾ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. തൻ്റെ ഭാര്യ സത്യങ്ങളെല്ലാം തന്നിൽ നിന്നും മറച്ചുവെച്ച് തന്നെ കബളിപ്പിച്ചു എന്നുള്ള ഒരു വലിയ സങ്കടം ആദർശിനെ കൊണ്ട് കഠിനമായ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രേരിപ്പിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നയനെ ആ വീട്ടിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അതിനേക്കാൾ ഉപരി സ്വന്തം അമ്മയുടെ ജീവൻ നിലനിർത്തുവാൻ കരളുപോലും പകുത്തു കൊടുത്തത് അതൊന്നും ആദർശിന്റെ മനസ്സിലേക്ക് ഇപ്പോൾ കയറി വരുന്നില്ല. ഒരു സമയത്ത് നീ എനിക്കിപ്പോൾ ദൈവത്തിന്റെ സ്ഥാനത്താണെന്നൊക്കെ നയനയുടെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞ ആദർശ് ഇപ്പോൾ നയനയെ ഹൃദയം കൊണ്ട് വെറുക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. നയനയെ തന്റെ അരികിൽ നിന്നും പറിച്ചു മാറ്റുവാനാണ് ആദർശ് ശ്രമിക്കുന്നത്. അതിന്റെ ആദ്യപടിയായി അനാമികയും ജാനകിയും ജലജയും നോക്കി നിൽക്കുമ്പോൾ മൂർത്തിസ് ജ്വല്ലറിയിലെ ചീഫ് ഡിസൈനർ സ്ഥാനത്ത് നിന്ന് നയനയെ പിരിച്ചുവിട്ടതായി കാണിച്ചുകൊണ്ടുള്ള കത്ത് നയനയുടെ കയ്യിലേക്ക് ആദർശ് കൊടുക്കുകയും മറ്റുള്ളവർ കേൾക്കെ അതിനെക്കുറിച്ച് തുറന്നു പറയുകയും ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ട് എല്ലാവരും അമ്പരന്ന് നിൽക്കുമ്പോൾ നിനക്ക് വേണമെങ്കിൽ നിന്റെ വീട്ടിലേക്ക് പോകാം, നിന്റെ മുഖം തന്നെ കാണുവാൻ എനിക്ക് താല്പര്യമില്ല എന്നുകൂടി ആദർശ് നയനയോട് പറഞ്ഞിട്ട് മുകളിലേക്ക് ദേഷ്യപ്പെട്ട് കയറിപ്പോവുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ജലജയും ജാനകിയും അനാമികയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയും ആദർശിനോട് വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു മറുപടിയും ആദർശ് അവരോട് പറയുന്നില്ല. ഒടുവിൽ അനാമികയും ജാനകിയും ഒരു നിഗമനത്തിലേക്ക് എത്തുന്നുണ്ട്. ഗുരുതരമായ എന്തോ കുഴപ്പം അവൾ ജ്വല്ലറിയിൽ കാണിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ജ്വല്ലറിയിൽ നിന്ന് കോടികളുടെ സ്വർണം മോഷ്ടിച്ചിട്ടുണ്ടാവും. അതവൾ ആരും അറിയാതെ അവളുടെ വീട്ടിലേക്ക് കടത്തിയിട്ടുമുണ്ടാവും. അത് ആദർശേട്ടൻ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും അനന്തപുരിയിൽ നിന്ന് പൊയ്ക്കൊള്ളാൻ പറയുകയും ചെയ്യുന്നത്. അല്ലാതെ ഈ വീട്ടിൽ ഇവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഇത് പറഞ്ഞുകൊണ്ട് അനാമിക വല്ലാതെ സന്തോഷിക്കുകയാണ്. നയനയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതും ഇനി നിന്റെ മുഖം എനിക്ക് കാണണ്ട, നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളൂ എന്ന് ആദർശ് വെട്ടിത്തുറന്നു പറഞ്ഞതും ജലജയ്ക്കും ജാനകിക്കും അനാമികയ്ക്കും പെരുത്ത സന്തോഷമായി മാറി. മൂവരും കൂടി ചേർന്ന് ഈ വാർത്തയുടെ നിജസ്ഥിതി എന്ത് എന്ന് അന്വേഷിക്കുവാൻ ദേവയാനിയുടെ അരികിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ജലജ ദേവയാനിയോട് പറയുകയാണ്, ഏട്ടത്തി അറിഞ്ഞില്ലേ ഇവിടെ നടക്കുന്ന വിശേഷങ്ങളൊക്കെ? എന്താണ് ജലജയെ പ്രത്യേകിച്ചൊരു വിശേഷം? വിഷുവൊക്കെ കഴിഞ്ഞല്ലോ, അതിന്റെ ആഘോഷങ്ങളും കഴിഞ്ഞു. പിന്നെ എന്താണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വിശേഷം ഉണ്ടാവാൻ? ഏട്ടത്തിയുടെ മരുമകളെ ആദർശ് ജ്വല്ലറിയിൽ നിന്നും പുറത്താക്കി ചീഫ് ഡിസൈനർ സ്ഥാനത്തു നിന്നും പിരിച്ചുവിട്ടതായി കാണിച്ചുകൊണ്ട് കത്തും കൊടുത്തു. മാത്രവുമല്ല, ഞങ്ങളുടെയൊക്കെ മുൻപിൽ വെച്ച് ആദർശ് അവളോട് പറഞ്ഞു, ഇനി ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല, അവളുടെ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ. ഇവിടെ ആദർശും നയനയും തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാകുന്നത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ആദർശ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ പിൻപിൽ ഗുരുതരമായ എന്തോ പ്രശ്നമുണ്ട് ഏട്ടത്തി. അവൾ ജ്വല്ലറിയിൽ നിന്ന് കാര്യമായിട്ട് എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടാവും. മോഷണമാണല്ലോ അച്ഛൻ്റെയും അമ്മയുടെയും മകളുടെയും കുലത്തൊഴിൽ. ആ മോഷണം ആദർശ് കൈയോടെ പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവളെ ജ്വല്ലറിയിൽ നിന്നും വീട്ടിൽ നിന്നും അവൻ പുറത്താക്കാൻ തീരുമാനമെടുത്തത്. അല്ല, ഏട്ടത്തിയോട് ആദർശ് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? അങ്ങനെയൊന്നും പറയാതിരിക്കില്ലല്ലോ ആദർശ് ഏട്ടത്തിയോട്. അപ്പോൾ ദേവയാനി, ജലജെ, നീ ആവശ്യമില്ലാതെ ഓരോന്ന് സങ്കല്പിച്ച് സംസാരിക്കരുത്. എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ആദർശ് ഇതുവരെയും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, എന്നോടും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ അവൾ മോഷ്ടിച്ചു എന്നൊക്കെ സ്വയം അങ്ങ് വിലയിരുത്തിയാൽ മതിയോ? എന്തായാലും ഏട്ടത്തി, ഈ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്ത് സന്തോഷമാ ജലജെ? അവൾ ജോലി മതിയാക്കി ഇവിടെ വന്നിരുന്നാൽ 24 മണിക്കൂറും അവളുടെ മുഖം ഞാൻ കണ്ടുകൊണ്ടേയിരിക്കണം. ഇതാണോ എല്ലാവർക്കും ഉണ്ടാകുന്ന സന്തോഷം? ഏട്ടത്തി, അതിനല്ലേ ആദർശ് അടുത്ത മാർഗം കൂടി കണ്ടെത്തിയിരിക്കുന്നത്. ഇനി അനന്തപുരിയിൽ തുടരേണ്ട, വീട്ടിൽ പോയിക്കൊള്ളാനാണ് ഇപ്പോൾ ആദർശ് പറഞ്ഞിരിക്കുന്നത് അവളോട്. ഇത് കേട്ടിട്ട് ദേവയാനി പറയുകയാണ്, എന്തായാലും അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് എനിക്കിപ്പോൾ കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ആദർശിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. ഇത് പറഞ്ഞിട്ട് പെട്ടെന്ന് ജാനകി അവിടുന്ന് തന്ത്രപരമായി ഒഴിഞ്ഞു മാറുകയാണ്. തുടർന്ന് കാണുന്നത് നയന തൻ്റെ മുറിയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അനാമികയും ജാനകിയും ജലജയും കൂടി നയനയെ കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ്. അനാമിക ചോദിക്കുകയാണ്, എടി, നീ എന്തൊക്കെയാണ് ജ്വല്ലറിയിൽ നിന്ന് അടിച്ചു മാറ്റിയത്?
നീ എല്ലാവരുടെയും മുൻപിൽ വളരെ സൗമ്യതയും സ്നേഹവും ഒക്കെ നടിച്ച ആൾക്കാരെ കയ്യിലെടുത്ത് നടക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇവരുടെയൊക്കെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്, നീ പഠിച്ച കള്ളിയാണ്, അതൊരു ദിവസം പുറത്തു വരുമെന്ന്. ഇപ്പോൾ എങ്ങനെയുണ്ടീ? അല്ല, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എന്തൊക്കെയാണ് നീ അവിടെ നടിച്ചു മാറ്റിയത്? നീ അവിടെ കൃത്രിമങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ ചക്കരയും അടയും പോലെ നടന്ന ഭർത്താവും ഭാര്യയും ഈ അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തില്ലല്ലോ. നിന്നെ ഹൃദയം തുറന്ന് വിശ്വസിച്ചൊരു മനുഷ്യനാണ് ആദർശേട്ടൻ. അയാളെ ചിരിച്ച മുഖത്തോടുകൂടി നിനക്ക് എങ്ങനെ വഞ്ചിക്കാൻ കഴിഞ്ഞടി? ഹോ, നീയല്ലേ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, നിന്റെ ആദർശേട്ടൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിന്നെ കരുതുന്നുണ്ട്. എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കുന്നില്ലെങ്കിൽ അത് ഭാര്യയുടെ കുറ്റമാണ്, കുറവാണ് എന്നൊക്കെ. എന്നിട്ടിപ്പോൾ എന്തായി? അനാമികയുടെ ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അവിടേക്ക് അപ്പോൾ വരുന്നുണ്ട്. മുത്തശ്ശി അനാമികയോട് ചോദിക്കുകയാണ്, അനാമികെ, നിനക്കിപ്പോൾ എന്താ അറിയേണ്ടത്? നയനമോളെ ഡിസൈനർ സ്ഥാനത്തുനിന്ന് മാറ്റിയത് എന്തിനാണെന്നല്ലേ? അതറിയണമെങ്കിൽ നീ ആദർശിനോട് നേരിട്ട് ചോദിക്കണം. അല്ലാതെ നയനമോളെ കുറ്റപ്പെടുത്താനും സങ്കടപ്പെടുത്താനും തയ്യാറാവരുത്. നിനക്ക് ഉറപ്പുണ്ടോ നയനമോൾ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചു എന്ന്? ആദർശ് നിന്നോട് അങ്ങനെ പറഞ്ഞോ? അതോ അങ്ങനെ മറ്റാരെങ്കിലും നിനക്ക് സൂചന തന്നോ അവിടെ നിന്ന്? ഒന്നുമില്ലല്ലോ. വെറുതെ ഊഹിച്ച് അനാവശ്യങ്ങൾ പറയരുത്. അപ്പോൾ മുത്തശ്ശൻ, നയനമോൾ ഇനി ജ്വല്ലറിയിൽ ജോലി ചെയ്യണ്ട എന്ന് ആദർശ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിൻപിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും. അതെന്താണെന്ന് പറയേണ്ടത് ആദർശ് തന്നെയാണ്. ഉടൻ തന്നെ ഈ വീട്ടിലുള്ള എല്ലാവരോടും അവൻ ഈ കാരണങ്ങൾ പറയും. അതുവരെ സത്യങ്ങൾ അറിയാതെ ആവശ്യമില്ലാതെ ആരും കഥകൾ മെനയണ്ട. മനസ്സിലായല്ലോ? എല്ലാവരോടും കൂടെയാണ് ഞാനിത് പറയുന്നത്. പിന്നെ ജാനകിയോട് ഞാൻ പലയാവർത്തി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ വീട്ടിൽ നിന്റെ മരുമകളെ നീ അടക്കി ഒതുക്കി നിർത്തണം എന്ന്. അത് നീ ഇതുവരെ അനുസരിച്ചിട്ടില്ല. എടി, പോടി, നീ, അവള്, ഇങ്ങനെയുള്ള വിളികളൊക്കെ ഉണ്ടല്ലോ, അത് ഈ വീട്ടിൽ പറ്റില്ല. മുതിർന്ന ആൾക്കാർക്ക് അവരർഹിക്കുന്ന സ്ഥാനം തന്നെ കൊടുത്തേ പറ്റൂ. നിന്റെ മരുമകളുടെ ഈ സ്വഭാവമുണ്ടല്ലോ, അവളെ വളർത്തിയ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിത ശൈലിയാണ്. അവർ കാണിച്ചു കൊടുത്തതും പഠിപ്പിച്ചതുമല്ലാതെ ഈ കുട്ടിയുടെ ഉള്ളിൽ നിന്നും പിന്നെ എന്താണ് പുറത്തേക്ക് വരേണ്ടത്? പക്ഷേ അതിനെ നിയന്ത്രിക്കേണ്ടത് അമ്മായിയമ്മയായ നീയാണ്. പക്ഷെ നീ അത് കണ്ടില്ല എന്ന് നടിക്കുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുകയാണ്. ജാനകി എന്നു മുതലാണ് ഇങ്ങനെയൊക്കെയായി മാറിയത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇത് മുളയിലെ നുള്ളുന്നില്ല എങ്കിൽ ഇതിൻ്റെ ദുരന്തങ്ങളെല്ലാം അനുഭവിക്കേണ്ടത് ജാനകി തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. മുത്തശ്ശൻ ഇത്രയും പറയുന്നത് കേട്ടപ്പോഴേക്കും വല്ലാത്തൊരു കലിയോടുകൂടി, എന്നാൽ തിരിച്ചൊന്നും പറയുവാൻ പറ്റാത്തതുകൊണ്ട് അനാമിക ദേഷ്യപ്പെട്ട് ചാടിത്തുള്ളി അവിടുന്ന് അങ്ങ് പോകുന്നുണ്ട്. അനാമികയ്ക്ക് പിന്നാലെ ജലജയും ജാനകിയും അവിടുന്ന് നടന്നകന്നപ്പോൾ സങ്കടത്തോടെ നിൽക്കുന്ന നയനയുടെ മുഖത്തേക്ക് നോക്കി മുത്തശ്ശൻ പറയുകയാണ്, മോള് സങ്കടപ്പെടണ്ട, എല്ലാം ശരിയാവും. എന്നാലും ആദർശ് ഇത്ര കഠിനമായൊരു തീരുമാനം മറ്റാരോടും ചോദിക്കാതെ എടുത്തതിൻ്റെ പിൻപിൽ എന്താണ് കാരണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്തു പറ്റി മോളെ? എന്താ സംഭവിച്ചത്? അത് പിന്നെ മുത്തശ്ശ, എനിക്കൊന്നും അറിയില്ല. മൂർത്തിസ് ജ്വല്ലറിയിലെ ജോലിക്ക് വേണ്ടി എന്നെ ഓരോരുത്തരും നിർബന്ധിച്ചപ്പോൾ അത് വേണ്ട വേണ്ട എന്ന് ഞാൻ പലയാവർത്തി പറഞ്ഞതാണ്. ഒടുവിൽ ആദർശേട്ടൻ ഉൾപ്പെടെ എല്ലാവരും എന്നെ നിർബന്ധിച്ചിട്ടാണ് അവിടുത്തെ ഡിസൈനറാക്കി എന്നെ നിയമിച്ചത്. എന്നാൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എന്തുകൊണ്ടാണ് ആദർശേട്ടൻ എത്തിച്ചേർന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ മുത്തശ്ശി, എന്തായാലും മോള് സമാധാനമായിരിക്കെ, ആദർശം മുൻ വരട്ടെ. അവൻ വന്നിട്ട് ഞങ്ങൾ അവനോട് സംസാരിക്കാം. നമുക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടാക്കാം മോളെ. അവൻ്റെ സ്വഭാവം ഞങ്ങൾക്കറിയാവുന്നതല്ലേ. അവൻ സത്യസന്ധനാണ്. അതുകൊണ്ട് തന്നെ നിസ്സാര കാര്യങ്ങൾ അവനെ ചൊടിപ്പിക്കും. അവൻ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം പെട്ടെന്നങ്ങ് കെട്ടടങ്ങും. അതുകൊണ്ട് എല്ലാം ശരിയാകും. ഇത് പറഞ്ഞിട്ട് മുത്തശ്ശി നയനയെ സമാധാനിപ്പിച്ചിട്ട് മുറിയിലേക്ക് പോവുകയാണ്. തുടർന്ന് കാണുന്നത് അനാമികയുടെയും ജലജയുടെയും ജാനകിയുടെയും മുൻപിലേക്ക് ദേവയാനി കടന്നു വരുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഏട്ടത്തി, സത്യം പറയാലോ, ഇപ്പോഴാണ് ഏട്ടത്തിയെ ഞാൻ 100% അംഗീകരിച്ചിരിക്കുന്നത്. എന്താ ജലജെ, എന്തുപറ്റി? അല്ല ഏട്ടത്തി, സർജറിയൊക്കെ കഴിഞ്ഞു വന്നതിന് ശേഷം ഏട്ടത്തിയുടെ സ്വഭാവത്തിൽ കാര്യമായി മാറ്റം സംഭവിച്ചു എന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. നയനെക്കുറിച്ചുള്ള ഏട്ടത്തിയുടെ സംസാരങ്ങളും അവളോടുള്ള മനോഭാവവും ഒക്കെ കണ്ടിട്ട് എന്തൊക്കെയോ കള്ളക്കളികളുള്ളതുപോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളത് പലപ്പോഴും പരസ്പരം പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറിക്കിട്ടി. ആരോടും ഒന്നും മിണ്ടാതെ നടന്ന് ഒടുവിൽ ഏട്ടത്തി കൃത്യമായി പണി പറ്റിച്ചു കളഞ്ഞല്ലോ. ആദർശിനെയും നയനെയും തമ്മിൽ പിരിക്കുമെന്ന് ഏട്ടത്തി പലപ്പോഴും പറയുമായിരുന്നല്ലോ. അതൊന്നും ഞങ്ങൾ വിശ്വസിച്ചിട്ടേ ഇല്ലായിരുന്നു. പക്ഷേ ഏട്ടത്തിയുടെ വാക്ക് ഏട്ടത്തി പാലിച്ചു. ഒടുവിൽ ആദർശിനെ കൊണ്ട് അവളെ പുറത്താക്കിക്കുവാനുള്ള എല്ലാ നടപടികളും ചെയ്തു. ഇത് കാണുമ്പോൾ സത്യം പറയാല്ല ഏട്ടത്തി, പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ജലജെ, നയന എനിക്ക് ഇഷ്ടമില്ലാത്ത മരുമകളാണ്. പക്ഷേ അവൾ എൻ്റെ മകൻ്റെ ഭാര്യയാണ്. അവൻ സ്നേഹിക്കുന്ന അവൻ്റെ ഭാര്യയാണ് അവൾ. അവരെ തമ്മിൽ തെറ്റിപ്പിരിക്കുവാൻ വേണ്ടി ഇരുവരുടെയും ഉള്ളിൽ വിഷം കുത്തിക്കൊടുക്കുവാൻ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അതൊക്കെ നിന്റെ സ്വഭാവമാണ്. എവിടെ സമാധാനമുണ്ടോ അവിടേക്ക് നുഴഞ്ഞു കയറുവാനും അവിടെ തല്ലുണ്ടാക്കുവാനും പരസ്പരം അവർ കലഹിക്കുന്നത് കണ്ടിട്ട് മാറി നിന്ന് സന്തോഷിക്കുവാനും ആഗ്രഹിക്കുന്ന നിന്റെ മനസ്സുപോലെ അല്ല ജലജെ എൻ്റേത്. അതാദ്യം നീ മനസ്സിലാക്കണം. പിന്നെ
അനാമിക പറയുന്നത് കേട്ടു നയന ജ്വല്ലറിയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചുവെന്ന്. മോളത് കണ്ടിരുന്നോ മോളെ? ഇത്രയും കേട്ടപ്പോഴേക്കും അനാമിക മൗനമായി കുനിഞ്ഞു നിൽക്കുകയാണ്. മോളെ, കാണാത്തതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പറയരുത്. പെട്ടെന്നുള്ള ദേഷ്യത്തിലോ പിണക്കത്തിലോ വായിലൊന്നു വീഴുന്ന പല വാക്കുകളും അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ മനസ്സിലെ ആ ധാരണകളൊക്കെ അങ്ങ് തിരുത്തിയേക്ക്. നയനെ ആരുടെയും ഒന്നും മോഷ്ടിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. അവളോട് എനിക്ക് സ്നേഹവും ഇഷ്ടവും ഒന്നുമില്ലെങ്കിലും അവളുടെ സ്വഭാവം എന്താണെന്ന് ഇതിനോടകം എനിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. സ്വർണത്തിനോടോ പണത്തിനോടോ ഒന്നും ആർത്തിയുള്ള ഒരു വ്യക്തിയല്ല നയന. അതുകൊണ്ട് അവൾ സ്വർണം മോഷ്ടിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുകയും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ സത്യത്തിൽ എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. ആദർശ് അവളോട് ഇനി ജ്വല്ലറിയിൽ വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിൻപിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കാണും. അത് താമസിയാതെ എല്ലാവർക്കും മനസ്സിലാകും. ഇത് പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് നടന്നു പോവുകയാണ്. ദേവയാനി ഇത്രയും ഒക്കെ പറഞ്ഞെങ്കിലും അനാമികയ്ക്കും ജലജയ്ക്കും ജാനകിക്കും പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത സന്തോഷമാണ്. അനാമിക പെട്ടെന്ന് തന്നെ തന്റെ മുറിയിലേക്ക് കയറി ഫോൺ എടുത്തിട്ട് രേവതിയെയും വേണുവിനെയും വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആദർശും നയനയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞുവെന്നും ജ്വല്ലറിയിൽ നിന്നും നയനയെ പുറത്താക്കിയെന്നുമുള്ള വാർത്ത വേണുവും രേവതിയും ഒരു അമ്പരപ്പോടു കൂടിയാണ് കേട്ടത്. വേണു അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുവാൻ കാരണം? അവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലായിരുന്നല്ലോ. തന്നെയുമല്ല, മൂർത്തീസ് ജ്വല്ലറിക്ക് വലിയ ലാഭമുണ്ടാക്കി കൊടുത്ത നമ്പർ 1 ഡിസൈനർ അല്ലേ അവൾ. ഈ വിഷുവിന് മൂർത്തീസ് ഗ്രൂപ്പിന് ഗംഭീര സെയിലായിരുന്നു എന്നൊക്കെയാണ് കേട്ടത്. സ്വർണത്തിന് തീ പിടിച്ച വിലയുള്ള ഈ കാലത്ത് ആൾക്കാരൊക്കെ സ്വർണം വാങ്ങുന്നത് തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നിട്ടും നയനയുടെ ഡിസൈനുകൾ വാങ്ങുവാൻ വേണ്ടി ആൾക്കാർ ഇടിച്ചു കയറുന്നു എന്നൊക്കെയാണ് കേട്ടത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവളെ അവിടെ ഒന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോൾ അതിന് തക്കതായ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമല്ലോ മോളെ. അല്ല, മോൾ എന്തെങ്കിലും അറിഞ്ഞോ? അച്ഛാ, ആരും വിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ വല്യമ്മയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ കാര്യങ്ങൾ അറിയാമെന്ന് തോന്നുന്നു. പക്ഷെ ആരും അറിഞ്ഞതായിട്ട് ഭാവിക്കുന്നേയില്ല. അപ്പോൾ വേണു, മോളെ, ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ആദർശ് പോകണമെങ്കിൽ അവൾ ജ്വല്ലറിയിൽ കാര്യമായിട്ട് എന്തെങ്കിലും തരികട കാണിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും മോഷണം മറ്റും നടത്തിയിട്ടുണ്ടാവും. അല്ലാതെ ഇത്തരമൊരു നിലപാടിലേക്ക് അവൻ എത്തൂല്ല. ആട്ടെ, അവളിപ്പോൾ എന്തു പറയുന്നു? എൻ്റെ അച്ഛ ഇവിടെയൊക്കെ കരഞ്ഞുകൂവി നടക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. അവൾ എന്തോ അവിടുന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ രേവതി, മോളെ, ഇത് തന്നെയാണ് പറ്റിയ അവസരം. ഈ സാഹചര്യം നീ പരമാവധി മുതലാക്കാൻ ശ്രമിക്കണം. ഈ സാഹചര്യത്തിൽ ആ വല്യപ്പൻ്റെയും വല്യമ്മയുടെയും ആദർശിൻ്റെയും ഒക്കെ മനസ്സിൽ നീ ഇടം കണ്ടെത്താൻ ശ്രമിക്കണം. അവളെ അവിടെ നിന്ന് പുറത്താക്കത്തക്കവണ്ണം കാര്യങ്ങളൊക്കെ മോൾ ഇനി കത്തിച്ചങ്ങോട്ട് കയറ്റണം. എൻ്റെ അച്ഛാ, ഞാൻ ഇനി ഒന്നും ചെയ്യണ്ട. അവളോട് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങിക്കോളാൻ ആദർശേട്ടൻ പറഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണ് അയാളോട് ഇത്തിരി ബഹുമാനം തോന്നി തുടങ്ങിയത്. എന്നാലും എന്താണ് ഇതിൻ്റെ പിൻപിൽ നടന്നത് എന്ന് എനിക്കങ്ങോട്ട് വ്യക്തമാകുന്നില്ല. എന്തെങ്കിലും അറിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ വിളിച്ച് അച്ഛനോട് പറയാൻ കേട്ടോ. ഇത് പറഞ്ഞിട്ട് അനാമിക ആ ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് വീണ്ടും കാണുന്നത് ജോലി കഴിഞ്ഞെത്തിയ ആദർശിനോട് നയന സംസാരിക്കുവാൻ വേണ്ടി ചെല്ലുന്ന കാഴ്ചയാണ്. നയന പറയുകയാണ്, ആദർശേട്ടാ, ജ്വല്ലറിയിൽ ജോലിക്ക് എന്നെ മടക്കി പ്രവേശിപ്പിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആദർശേട്ടൻ എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ആദർശേട്ടനെ ഒരു കാരണവശാലും വഞ്ചിക്കുവാൻ ശ്രമിച്ചിട്ടില്ല. അമ്മ എന്നോട് വളരെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു, ആദർശേട്ടനോടും മറ്റാരോടും ഈ കാര്യങ്ങൾ പറയരുതെന്ന്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് മറച്ചു വെക്കേണ്ടി വന്നത്. നയനെ, നിന്റെ വിശദീകരണങ്ങളൊന്നും എനിക്ക് കൂടുതൽ കേൾക്കണ്ട. നീ എന്നെ വിഡ്ഢിയാക്കുകയായിരുന്നു. അത് നീ അറിയാതെയാണ് എന്ന് പറയരുത്. നീ അത് ആസ്വദിക്കുകയായിരുന്നു. നീയും അമ്മയും മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. നിന്റെ അച്ഛനും അമ്മയും അനുജത്തിയും ഒക്കെ ഇതറിഞ്ഞു. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മയുടെ കാറ് വാതിക്കൽ കിടക്കുന്നു. ഞാനത് ചോദിച്ചപ്പോൾ നീ അവിടെയും എന്നോട് മറച്ചു വെക്കാനാണ് ശ്രമിച്ചത്. ഞാനൊന്ന് വിശ്രമിക്കുവാൻ വേണ്ടി മുറി ചോദിച്ചപ്പോൾ അത് മുഴുവൻ പൊടി പിടിച്ച് കിടക്കുകയാണ് എന്ന് പറഞ്ഞ് എന്നെ അവിടെ ഒന്ന് ഒഴിവാക്കി. അപ്പോൾ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായതാണ്. സത്യങ്ങൾ നീ തുറന്നു പറയട്ടെ എന്ന് കരുതി പല ആവർത്തി ഞാൻ നിന്നോട് തുറന്നു ചോദിച്ചു, അമ്മ നിന്നോട് സ്നേഹമായിട്ടാണോ പോകുന്നത് എന്നുള്ളത്. ആ ഒരു കാഴ്ച കാണുവാൻ വേണ്ടി ഈ ഭൂമിയിൽ ഏറ്റവും അധികം ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഒരാളാണ് ഞാൻ. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും നീ എന്നോടത് മറച്ചു വെച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു കാരണവശാലും നിന്നോട് ക്ഷമിക്കാൻ പറ്റില്ല. നിന്നെ വിശ്വസിച്ചതുപോലെ ഈ ഭൂമിയിൽ ആരെയും ഞാൻ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെയുള്ള എന്നെ തന്നെ നീ കബളിപ്പിച്ചു, വഞ്ചിച്ചു. നിനക്കറിയുമോ, ഒരിക്കൽ നഷ്ടപ്പെട്ട വിശ്വാസം പിന്നെ ജീവിതത്തിൽ ഒരിക്കലും വീണ്ടെടുക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇനി ജീവനുള്ളിടത്തോളം കാലം നിന്നെ എനിക്ക് വിശ്വസിക്കുവാൻ കഴിയില്ല. മാത്രവുമല്ല, പഴയതുപോലെ നിന്നോട് സ്നേഹത്തോടെ ഇടപെടുവാനും പറ്റില്ല. അതുകൊണ്ട് വെറുതെ നീ എൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് സമയം വേസ്റ്റ് ആക്കണ്ട. എനിക്ക് നിന്നോടൊപ്പം പഴയതുപോലെ ജീവിക്കാൻ ഇനി പറ്റില്ല. അതുകൊണ്ട് നിനക്ക് നിന്റെ വീട്ടിൽ വേണമെങ്കിൽ പോകാം. ആദർശിന്റെ ഈ സംസാരങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയുവാൻ കഴിയാതെ വളരെ സങ്കടത്തോടെ നയന അനന്തപുരിയിൽ നിന്നും ആരോടും ഒന്നും പറയാതെ മടങ്ങിപ്പോകാം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ്. തുടർന്ന് കാണുന്നത് അനന്തപുരിയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അബി നവ്യയെ വിളിച്ചു പറയുന്നതാണ്. അങ്ങനെ നവ്യ പറഞ്ഞിട്ട് ഗോവിന്ദനും കനകയും വിവരങ്ങളൊക്കെ അറിയുന്നു. നന്ദു ഈ സമയത്ത് ട്രെയിനിങ് ക്യാമ്പിലായതുകൊണ്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല.
ഗോവിന്ദൻ അപ്പോൾ കനകയോട് പറയുകയാണ്, കനകെ, ഇതിപ്പോൾ ആകെ കൂടി ഹൃദയം തകർക്കുന്ന വാർത്തയാണല്ലോ. അമ്മായിയമ്മയുടെയും മരുമകളുടെയും ഈ കള്ളക്കളികൾ അവസാനിപ്പിക്കണമെന്നും ആദർശിനോടെങ്കിലും കുറഞ്ഞ പക്ഷം ഇതെല്ലാം തുറന്നു പറയണമെന്നും ഞാൻ പലയാവർത്തി പറഞ്ഞതാണ്. പക്ഷേ ആര് കേൾക്കാൻ? ആദർശിന്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ ഇതിൽ അപാകത ഒന്നും പറയാൻ പറ്റില്ല. കാരണം ആദർശ് മോൻ നയനമോളെ അത്രമാത്രം ഹൃദയം തുറന്ന് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ആളാണ്. അങ്ങനെയുള്ളപ്പോൾ മോൾ ആദർശ് മോനോട് മറച്ചു വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിനെ എങ്ങനെ ന്യായീകരിക്കുവാൻ കഴിയും? ശുദ്ധ മനസാക്ഷിയുള്ള ആൾക്കാർക്ക് നിസ്സാരമായ വഞ്ചന പോലും അംഗീകരിക്കുവാൻ കഴിയില്ല. അവർ തുടർന്ന് എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് പ്രവചിക്കാനും പറ്റില്ല. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ആദർശ് മോനെ നമുക്ക് അനന്തപുരിയിലേക്ക് പോയെന്ന് കാണാം. നമ്മൾ സംസാരിച്ചാൽ ഒരുപക്ഷെ അവനത് അംഗീകരിക്കാതിരിക്കില്ല. ഇവരുടെ ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നയന നന്ദാവനത്തിലേക്ക് മടങ്ങി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ആ കാഴ്ച കണ്ടുകൊണ്ട് ഗോവിന്ദനും കനകയും അങ്ങനെ സ്തബ്ധരായി നിൽക്കുകയാണ്. വീടിനുള്ളിലേക്ക് കയറി ചെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നയന പറയുന്നുണ്ട്, അച്ഛാ, അമ്മേ, ആദർശേട്ടൻ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഇനി ഒരിക്കലും എന്നെ സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും പഴയതുപോലെ എന്നോട് പെരുമാറുവാനും കഴിയില്ല എന്ന് ആദർശേട്ടൻ എൻ്റെ മുഖത്ത് നോക്കി തുറന്നു പറഞ്ഞു. ഇനി അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നിയിട്ട് ഞാൻ ആരോടും ഒന്നും പറയാതെ ഇവിടേക്ക് ഇങ്ങ് മടങ്ങിപ്പോവുകയായിരുന്നു. ഇത് കേട്ടുകൊണ്ട് കനക പറയുകയാണ്, മോളെ, ഞാനിത് പല ആവർത്തി നിന്നോട് പറഞ്ഞതാണ്. നിന്റെ അച്ഛനും നിന്നോടും നിന്റെ അമ്മായിയമ്മയോടും പറഞ്ഞു ആദർശിനോടെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയണമെന്ന്. കാരണം ഇത് തീക്കളിയാണ്. ഒടുവിൽ ഞങ്ങൾ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചല്ലോ ഈശ്വര. എന്തായാലും മോള് വിഷമിക്കാതിരിക്കെ. മോളുടെ അമ്മായിയമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ പിടിവാശിയും അഹങ്കാരവും ഒക്കെയാണ് കാര്യങ്ങളെ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നെത്തിച്ചത്. അതുകൊണ്ട് അവർ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തട്ടെ. ഇത് പറഞ്ഞുകൊണ്ട് കനകയും ഗോവിന്ദനും കൂടി നയനയെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് അനന്തപുരി വിട്ട് തൻ്റെ മരുമകൾ സ്വന്തം വീട്ടിലേക്ക് പോയി എന്ന് മനസ്സിലാക്കിയ ദേവയാനി വല്ലാത്തൊരു ഹൃദയ തകർച്ചയിലേക്കാണ് എത്തുന്നത്. പെട്ടെന്ന് തന്നെ ഫോൺ വിളിച്ച് നയനയോട് ദേവയാനി സംസാരിക്കുന്നുണ്ട്. മോളെ, എപ്പോഴാണ് മോൾ ഈ വീട്ടിൽ നിന്ന് പോയത്? അമ്മയോടൊരു വാക്കുപോലും പറയാതെ മോൾ ഇറങ്ങിപ്പോയി കളഞ്ഞല്ലോ. എന്തൊക്കെയാണ് മോളി കാണിക്കുന്നത്? ഞാൻ മോളോട് ഉറപ്പായിട്ടും പറഞ്ഞതല്ലേ ആദർശിനോട് ഞാൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ നേരെയാക്കാമെന്ന്. എന്നിട്ട് എന്താണ് മോൾ എന്നെ അനുസരിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? മോൾക്കറിയാമല്ലോ, മോളെ കാണാതെ അമ്മയ്ക്ക് ഒരു നിമിഷം പോലും ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഞാൻ അവിടേക്ക് വരികയാണ്. അത് പിന്നെ അമ്മേ, ആദർശേട്ടൻ ജോലി കഴിഞ്ഞു വന്നപ്പോൾ ഞാൻ കുറേ സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആദർശേട്ടൻ എന്നോട് കട്ടായം പറഞ്ഞു ഇനി ഒരു കാരണവശാലും എന്നെ സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും കഴിയില്ല എന്ന്. ആദർശേട്ടൻ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ അഭിനയങ്ങളെല്ലാം ആദർശേട്ടൻ കാണുന്നുണ്ടായിരുന്നമ്മേ. ഞാനത് തുറന്നു പറയട്ടെ എന്ന് കരുതി പലപ്പോഴും എന്നോട് കുത്തി കുത്തി പലതും ആദർശേട്ടൻ ചോദിച്ചു കൊണ്ടിരുന്നു. എന്നിട്ടും ഞാനത് മറച്ചു വെച്ചു. അതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ടാണ് ആദർശേട്ടൻ എൻ്റെ വായടച്ചു കളഞ്ഞത്. ഒടുവിൽ ഞാനിനി അവിടെ നിൽക്കണ്ട, ഇപ്പോൾ തന്നെ ഈ വീട് വിട്ടു പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് പോന്നതാണ്. മോളെ, അവൻ്റെ ദേഷ്യത്തിന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഉടൻ തന്നെ മോൾ ഇറങ്ങിപ്പോവുകയാണോ ചെയ്യേണ്ടത്? ഇവിടെ മുതിർന്ന ആൾക്കാർ പലരുമുണ്ടല്ലോ. മുത്തശ്ശനും മുത്തശ്ശിയും ജയേട്ടനും അജയനും ഞാനും ഒക്കെ ഇല്ലേ? ഞങ്ങൾ ആരും അറിയാതെ ഇങ്ങനെ ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. മോൾ എന്തായാലും ഫോൺ വെക്ക്, ഞാൻ അവിടേക്ക് വന്നോളാം. ഇത് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് ദേവയാനി. ഒടുവിൽ ദേവയാനി തൻ്റെ ഭർത്താവിനോട് സംഭവിച്ചതെല്ലാം ഏറ്റു പറയുകയാണ്. ജയേട്ടാ, എനിക്കൊരു തെറ്റുപറ്റി. നിങ്ങളൊക്കെ എനിക്ക് കരൾ തന്ന പെൺകുട്ടി ആരാണ് എന്ന് പറയാതെ എൻ്റെ മുമ്പിൽ നിന്ന് എല്ലാം മറച്ചു വെച്ചു, എന്നെ പൊട്ടിയാക്കി. അപ്പോൾ സത്യങ്ങൾ അന്വേഷിച്ചൊടുവിൽ ഞാൻ തന്നെ ഇറങ്ങി. എൻ്റെ അന്വേഷണത്തിൻ്റെ ഒടുവിൽ എൻ്റെ മരുമകൾ തന്നെയാണ് എനിക്ക് കരൾ തന്നത് എന്ന് ഞാൻ കണ്ടെത്തി ജയേട്ടാ. ഇത്രയും കേട്ടപ്പോഴേക്കും ജയൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. തുടർന്ന് വീണ്ടും ദേവയാനി പറയുകയാണ്, എൻ്റെ മരുമകൾ എനിക്ക് കരൾ തന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് അവളോടുള്ള എല്ലാ വെറുപ്പും പകയും വിട്ടുപോയി. നയനമോളെ ഞാൻ സ്നേഹിക്കുവാൻ തുടങ്ങി. എന്നാൽ സത്യങ്ങൾ എന്നോട് മറച്ചു വെച്ച നിങ്ങളോടൊക്കെ അതേ നാണയത്തിൽ പകരം വീട്ടണം എന്നെനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നയനമോളെ സ്നേഹിച്ചത് നിങ്ങൾ ആരും അറിയരുത് എന്ന് ഞാൻ മോളോട് പറയുകയും നിങ്ങളുടെയൊക്കെ മുൻപിൽ പഴയതുപോലെ ഞാനും നയനമോളും നാടകം കളിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ആദർശെല്ലാം തിരിച്ചറിഞ്ഞു. അതിൻ്റെ വൈരാഗ്യമാണ് നയനമോളോട് അവൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അവൾ നിരപരാധിയാണ്. ഞാൻ പറഞ്ഞിട്ടാണ് നയനമോളെല്ലാം ചെയ്തത്. ഇത് പറഞ്ഞിട്ടൊന്നും അവൻ അംഗീകരിക്കുന്നില്ല. ജ്വല്ലറിയിൽ നിന്നും അവൻ മോളെ പുറത്താക്കി. ഇപ്പോൾ ഈ വീട്ടിൽ നിന്നും അവളെ പുറത്താക്കി. ഞാനിപ്പോൾ 2 തവണ ആദർശിനോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ ഇത്രയും കാലം എല്ലാത്തിനും എന്നെ അനുസരിച്ച എൻ്റെ മകൻ എൻ്റെ ഇപ്പോഴത്തെ വാക്കുകൾക്ക് യാതൊരു വിലയും തരുന്നില്ല ജയേട്ടാ. നയനമോളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് നയനമോളെ കാണണം, അല്ലെങ്കിൽ ഞാൻ മോളുടെ വീട്ടിലേക്ക് പോകും. അതുകൊണ്ട് ജയേട്ടൻ ആദർശിനോട് സംസാരിക്കണം. കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ജയൻ പറയുകയാണ്, ദേവയാനി, നീ കാണിച്ചതൊരു വലിയ മണ്ടത്തരമായിപ്പോയി. ആദർശിൻ്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. അവൻ ഒരു കാരണവശാലും വഞ്ചന അംഗീകരിക്കില്ല. നീ പറഞ്ഞിട്ട് അവൻ അനുസരിക്കുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞാൽ അവൻ അനുസരിക്കുമോ? എന്നേക്കാൾ അധികം അവൻ സ്നേഹിക്കുന്നത് നിന്നെയാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? അവൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ അവൻ്റെ ഭാര്യ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് ചെയ്തത്.
നിങ്ങൾ തമ്മിലുള്ള നാടകം എല്ലാവരുടെയും മുൻപിൽ മറച്ചു വെച്ചാലും നയനയ്ക്ക് അത് ആദർശിനോടെങ്കിലും പറയാമായിരുന്നു. ആദർശിനോട് പറഞ്ഞിട്ട് മാത്രമേ ഈ നാടകങ്ങൾ നിങ്ങൾ കളിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ഞാൻ അവനോട് സംസാരിച്ചു നോക്കാം. പക്ഷേ എനിക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ. ഇത് പറഞ്ഞതിന് ശേഷം ജയൻ ആദർശിനോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആദർശിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. പിന്നീട് മുത്തശ്ശനോടും മുത്തശ്ശിയോടും ദേവയാനി ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. ദേവയാനിയുടെ മാപ്പപേക്ഷയും സംഭവിച്ച കാര്യങ്ങളുമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും ദേവയാനിയെയും നയനയുമാണ് കുറ്റപ്പെടുത്തുന്നത്. ദേവയാനി, നീ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നിന്നോട് ചെയ്തതിന് നീയും നല്ലൊരു പ്രതികാരം ചെയ്തതാണ്. പക്ഷേ നയനമോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, പ്രത്യേകിച്ച് ആദർശിനോട്. അതുകൊണ്ട് എന്തു പറഞ്ഞിട്ടാണ് അവൻ്റെ മനസ്സിനെ ഒന്ന് തണുപ്പിക്കുക എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഞാനിപ്പോൾ തന്നെ ആദർശിനെ വിളിച്ചൊന്ന് സംസാരിക്കാം എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. പക്ഷേ മുത്തശ്ശൻ്റെ വാക്കുകൾക്കും ആദർശിൽ കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ദേവയാനി വീണ്ടും ആദർശിൻ്റെ മുമ്പിൽ യാചിക്കുന്നത് പോലെ സംസാരിക്കുന്നുണ്ട്. മോനെ, നിന്റെ പിടിവാശി നീ ഉപേക്ഷിക്കണം. ഇതൊന്നും നിന്നെ ചതിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തതല്ല. മാത്രവുമല്ല, എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ്. എന്നെയാണ് നീ വെറുക്കുകയും ഇറക്കി വിടുകയും ചെയ്യേണ്ടത്. നയനമോൾ കാര്യങ്ങളെല്ലാം നിന്നോട് പറഞ്ഞു. ഞാനും അച്ഛനും അമ്മയും ജയേട്ടനും എല്ലാവരും നിന്നോട് സംസാരിച്ചിട്ടും നിനക്കൊരു മാറ്റവും ഉണ്ടാവുന്നില്ലല്ലോ. ഇതിനു മാത്രം നീ അവളെ വെറുക്കുവാനുള്ള കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അമ്മേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് വിശ്വാസവഞ്ചന ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന്. ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. മോനെ, നീ അങ്ങനെ പറയരുത്. അവളെ നീ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. നീ അവളെ പോയി തിരിച്ചു വിളിച്ചുകൊണ്ടുവരണം. ഇന്ന് തന്നെ നീ നന്ദാവനത്തിലേക്ക് പോകണം. അമ്മ അതൊരിക്കലും സ്വപ്നം കാണുകയേ വേണ്ട. നയനെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഞാൻ നന്ദാവനത്തിലേക്ക് ഒരിക്കലും പോവില്ല. നീ അവിടേക്ക് പോകുന്നില്ലെങ്കിൽ ഞാൻ പോകും. എനിക്കെൻ്റെ മരുമകളെ കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ കഴിയില്ല. അമ്മയുടെ മരുമകളെ കാണാതെ അമ്മയ്ക്ക് ഇരിക്കാൻ കഴിയില്ലെങ്കിൽ അമ്മ നന്ദാവനത്തിലേക്ക് പോയിക്കൂ. പോയിട്ട് മരുമകളുടെ കൂടെ അവിടെ അങ്ങ് താമസിച്ചു. ഇങ്ങോട്ട് വരികയേ വേണ്ട. താമസിക്കൂടാ, ഞാൻ അവിടെ തന്നെ താമസിക്കും. നാട്ടുകാർ മുഴുവൻ കാണട്ടെ, എല്ലാവരും അറിയട്ടെ. ഇത് പറഞ്ഞിട്ട് ആദർശിന്റെ മുറിയിൽ നിന്നും പരിഭവത്തോടെ ദേവയാനി പുറത്തേക്കിറങ്ങി ബാഗും എടുത്ത് വണ്ടിയിൽ കയറി നന്ദാവനത്തിലേക്ക് പോവുകയാണ്. നന്ദാവനത്തിലെത്തിയ ദേവയാനിയെ കണ്ട മാത്രയിൽ നയനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, മോളും വിഷമിക്കണ്ട, മോൾക്ക് അമ്മയുണ്ട്. മോളെ കാണാതെ അമ്മയ്ക്ക് അവിടെ സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മോൾക്കൊപ്പം താമസിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിവിടേക്ക് വന്നത്. കുറച്ച് ദിവസം എന്തായാലും ഞാനിവിടെ മോളുടെ കൂടെ ഉണ്ടാവും. ഞാൻ പോകുമ്പോൾ മോളെയും കൂട്ടി മാത്രമേ ഇവിടുന്ന് പോവുകയുമുള്ളൂ. അപ്പോൾ നയന പറയുന്നുണ്ട്, അമ്മേ, ഒക്കെ എൻ്റെ തെറ്റാണ്. ഞാൻ ആദർശേട്ടനോടെങ്കിലും എല്ലാം പറയേണ്ടതായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് അപ്പോൾ ആ ബുദ്ധി തോന്നിയില്ല. ഇത് കേട്ടിട്ട് കനകയും ഗോവിന്ദനും കൂടി അവിടേക്ക് വന്ന് പറയുന്നുണ്ട്, എന്തായാലും അമ്മായിയമ്മയും മരുമകളും കൂടി കളിച്ച് കളി ഇപ്പോൾ കാര്യമായി. ഇനിയിപ്പോൾ എന്തു ചെയ്യാനാ രണ്ടുപേരുടെയും പ്ലാൻ? അതിന് ദേവയാനി, ഇത് വലിയ പ്രശ്നമൊന്നുമല്ല. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു. അവൻ്റെ മനസ്സെന്താണെന്ന് എനിക്കറിയാം. ഞാനല്ലേ അവനെ പ്രസവിച്ചത്. ഇതൊക്കെ മാറും. എന്തായാലും നയനമോൾക്കൊപ്പം കുറച്ച് ദിവസം ഞാനും ഇവിടെ താമസിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവൻ മോളെ ഇറക്കി വിട്ടു എന്ന് വെച്ച് എനിക്കിവിടേക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ മോളെ എനിക്ക് വേണ്ടെന്ന് പറയാനും കഴിയില്ല. ഇത് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് നയനയും കൂട്ടിക്കൊണ്ട് നയനയുടെ റൂമിലേക്ക് ദേവയാനി പോവുകയാണ്. എന്നാൽ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ദേവയാനി നിർബന്ധിച്ച് നയനയെ കൂട്ടിക്കൊണ്ട് വീണ്ടും അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട്. നയനയുമായി ദേവയാനി മടങ്ങിയെത്തിയ കാഴ്ച കണ്ടപ്പോഴേക്കും അനാമികയ്ക്കും ജാനകിക്കും ജലജയ്ക്കും വല്ലാത്ത അസ്വസ്ഥതയായി. അനാമിക ജാനകിയോട് പറയുകയാണ്, അമ്മേ, ഇത് എന്തൊരു കളിയാണെന്ന് നോക്കിയേ. അവൾ ഇവിടുന്ന് പോയപ്പോൾ കുറച്ച് സമാധാനമായി എന്ന് കരുതിയതാണ്. ഇപ്പോൾ ഈ വലിയമ്മ വീണ്ടും അവളെ പോയി കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ഇതിനകത്ത് എന്തൊക്കെയോ കള്ളക്കളികളുണ്ട്. അവൾ ഇവിടുന്ന് പോയാൽ ഉടൻ തന്നെ വലിയമ്മ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരും. അവളെ പിരിഞ്ഞു വലിയമ്മയ്ക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്നാണ് തോന്നുന്നത്. ആദർശേട്ടൻ അവളെ വേണ്ടെങ്കിലും വലിയമ്മ അവളെ ഉപേക്ഷിക്കാൻ തയ്യാറാവില്ല. ഇപ്പോൾ തന്നെ അവൾക്ക് കണ്ടമാനം സ്വർണങ്ങളൊക്കെ വലിയമ്മ നൽകിയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും അവളെ പൊക്കി തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ഇങ്ങനെ പോയാൽ മിക്കവാറും നമ്മളൊക്കെ പുറത്താകും. ഈ അനന്തപുരിയിലെ സ്വത്ത് മുഴുവനും അവളുടെ തലയിലേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും വലിയമ്മയും കൂടി കെട്ടിവെക്കും. ഇതൊക്കെ കാണേണ്ട ഗതികേടുണ്ടായല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യണം. മുത്തശ്ശനോട് ഇവിടുത്തെ സ്വത്ത് ഭാഗം വെക്കുന്ന കാര്യത്തെക്കുറിച്ച് സീരിയസ് ആയിട്ടൊന്ന് സംസാരിക്കണം. നമുക്ക് എന്തെങ്കിലും ഇവിടെ നിന്ന് കിട്ടാനുണ്ടെങ്കിൽ അത് വാങ്ങി എത്രയും പെട്ടെന്ന് ഈ വീട് വിട്ട് ദൂരെ എവിടെയെങ്കിലും നമുക്ക് പോയി താമസിക്കാം. അങ്ങനെ വിട്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നാറിയ കളികളൊന്നും നമുക്ക് പിന്നെ കാണേണ്ടി വരില്ല. മനസ്സിന് സ്വസ്ഥതയും ഉണ്ടാവും. അപ്പോൾ ജാനകി, മോളെ, കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അതേക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനി വെച്ചു താമസിപ്പിച്ചിട്ട് കാര്യമില്ല. അച്ഛനോട് ഇന്ന് തന്നെ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. നമുക്കിവിടെ പറ്റില്ല മോളെ, നമുക്ക് മാറണം. തുടർന്ന് കാണുന്നത് ജാനകി മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അരികിൽ ചെന്ന് അനന്തപുരിയിലെ സ്വത്തിനു വേണ്ടിയുള്ള അവകാശം ഉന്നയിക്കുന്ന കാഴ്ചയാണ്. ഇത് കേട്ടുകൊണ്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ ജാനകി, നിനക്കിപ്പോൾ സ്വത്ത് വീതം വെക്കാൻ ഇത്ര തിടുക്കം? അത് പിന്നെ അച്ഛാ,
ഈ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അച്ഛനും അമ്മയും ഒക്കെ കാണുന്നുണ്ടല്ലോ. പലതും കണ്ടും കേട്ടും മടുത്തിരിക്കുകയാണ്. മാത്രവുമല്ല, അനാമിക മോൾക്കൊരു നല്ല ജീവിതം ആവശ്യമാണ്. ആ നന്ദു എന്ന് പറയുന്നവൾ കൂടെ കൂടെ ഓരോ കാരണം പറഞ്ഞ് ഇവിടെ കയറി വരികയും അനിയുടെ പിന്നാലെ നടക്കുകയും ചെയ്യുന്നത് കൊണ്ട് അനിയുടെയും മോളുടെയും ജീവിതം ഇല്ലാതെയാവുകയാണ്. അവൾ എത്ര ഇവിടെ വരണ്ട എന്ന് പറഞ്ഞാലും ഇവിടെ വിളിച്ചു കയറ്റുവാൻ വേറെ ആൾക്കാരുണ്ട് അവളെ. അതുകൊണ്ട് തൽക്കാലം ഇതിനൊരു പ്രതിവിധിയുള്ളത് ഞങ്ങൾക്ക് തരുവാനുള്ളത് തന്ന് ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിടുക എന്നുള്ളത് മാത്രമാണ്. ഇത് കേട്ടുകൊണ്ട് ജലജയും അവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, അല്ല, ജലജയ്ക്ക് എന്തെങ്കിലും വേണോ? ജാനകി സ്വത്തിനു വേണ്ടി വന്നതാണ്. ആ കൂട്ടത്തിൽ ജലജയ്ക്കും ജലജയുടെ ആവശ്യം പറയാം. അത് പിന്നമ്മേ, ഞാൻ എൻ്റെ കാര്യമൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അബിക്ക് കൊടുക്കാനുള്ളത് അവനങ്ങ് കൊടുത്തേക്ക്. അവനിപ്പോൾ ഒരു കുട്ടി കൂടി ജനിക്കാൻ പോവുകയാണ്. അവനും കുടുംബവും എവിടെയെങ്കിലും പോയി അവരുടെ കാര്യം നോക്കി ജീവിക്കട്ടെ അമ്മേ. അപ്പോൾ മുത്തശ്ശൻ, ഓഹോ, ജലജയ്ക്ക് എന്നു മുതലാണ് മകന്റെ ഭാവിയെക്കുറിച്ചും മകന് കുഞ്ഞു ജനിക്കുവാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ ചിന്ത വന്നത്? ഇതുവരെയും അവന്റെ ഭാര്യയായിട്ട് ആ കുട്ടിയെ നീ അംഗീകരിച്ചിട്ടില്ലായിരുന്നല്ലോ. അവന്റെ കുഞ്ഞിനെയും നീ അംഗീകരിച്ചിരുന്നില്ല. ഇപ്പോൾ സ്വത്തിന്റെ കാര്യം പറയുമ്പോൾ മരുമകളും പേരക്കുട്ടിയും ഒക്കെ നിനക്കുണ്ട് അല്ലേ? എന്തായാലും അനന്തപുരിയിലെ സ്വത്തിനെ കുറിച്ചൊക്കെ ഞാൻ ചില തീരുമാനങ്ങൾ കുറച്ച് നാളുകൾക്ക് മുൻപേ എടുത്തിട്ടുണ്ട്. അതൊക്കെ സമയമാകുമ്പോൾ ഞാൻ എല്ലാവരോടും പറയാം. തൽക്കാലം ഓരോരുത്തരും അവരവരുടെ വഴിക്ക് പോകാൻ നോക്ക്. പെട്ടെന്ന് എടുത്തടിച്ചതുപോലെ ജാനകി പറയുകയാണ്, ഇനി എപ്പോഴാണ് അച്ഛൻ്റെ സമയം വരുന്നത്? അച്ഛൻ്റെ കാലം കഴിഞ്ഞിട്ടാണോ? അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇപ്പോൾ തന്നെ ഇതിനകത്തൊരു തീരുമാനമുണ്ടാക്കിയേ പറ്റൂ. ഇല്ലായെങ്കിൽ ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോകും. ജാനകിയുടെ ഈ എടുത്തടിച്ചുള്ള സംസാരം കേട്ടപ്പോഴേക്കും പെട്ടെന്ന് മൂർത്തി സാറിന് വല്ലാത്തൊരു ഷോക്കാവുകയാണ്. ശാരീരികമായി എന്തോ ഒരു അസ്വസ്ഥത പോലെ. മുത്തശ്ശൻ പെട്ടെന്ന് മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാണ്, എടോ വസുന്ധരെ, പഴയതുപോലെ എനിക്കിപ്പോൾ ആരോഗ്യമില്ലാത്തൊരവസ്ഥയിലെത്തി. ശരീരത്തിന് മാത്രമല്ല മനസ്സിനും അത്ര ബലമില്ല. അതുകൊണ്ട് തന്നെ അരുതാത്ത കാര്യങ്ങളൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ശരീരം വല്ലാതെ തളരുന്നത് പോലെ തോന്നുകയാണ്. ഇവർ ഈ സ്വത്തിനു വേണ്ടി കടിപിടി കൂട്ടുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമാണ് ഉണ്ടാകുന്നത്. എന്തോ നെഞ്ചിനൊരു ഭാരം പോലെ. എന്നെ മുറിക്കകത്തേക്ക് പെട്ടെന്ന് ഇയാളൊന്ന് കൊണ്ടുപോകും. ഇത് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ നെഞ്ചിൽ ഇരു കൈകളും വെച്ച് അമർത്തി പിടിക്കുമ്പോൾ, അയ്യോ എന്തുപറ്റി, ആശുപത്രിയിൽ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശനെ മെല്ലെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. വേണ്ട, അല്പനേരം ഒന്ന് കിടന്നാൽ മതി എന്ന് പറഞ്ഞ് മുത്തശ്ശൻ മുത്തശ്ശിയുടെ കൈ പിടിച്ചു വേച്ച് മുറിയിലേക്ക് നടക്കുകയാണ്. ഈ സംസാരങ്ങളും തുടർന്നുണ്ടായ കാഴ്ചകളും എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന നയന പെട്ടെന്ന് അവിടേക്ക് ഓടി വന്നിട്ട് അനാമികയോട് ചോദിക്കുകയാണ്, നിനക്ക് തൃപ്തിയായോ അനാമികെ? മുത്തശ്ശനെ ഇല്ലാതെയാക്കുക എന്നുള്ളതായിരുന്നു നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലേ? അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊക്കെ എന്തുമാകാമല്ലോ. നീയല്ലേടി ഇപ്പോൾ ഇളയമ്മയെ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ സംസാരിപ്പിക്കുകയും മുത്തശ്ശന് അസ്വസ്ഥതയുണ്ടാക്കുകയും ചെയ്തത്? അപ്പോൾ അനാമിക, ആണെങ്കിൽ എന്താ? നീ കരുതിയത് ഈ അനന്തപുരിയിലെ സ്വത്തുക്കൾ മുഴുവനും ഒറ്റയ്ക്ക് കൈക്കലാക്കാമെന്നല്ലേ? അത് നിന്റെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഇത് കേട്ടുകൊണ്ട് നയന പറയുകയാണ്, ആരാണ് സ്വത്തിനു വേണ്ടി കണ്ണുവെച്ച് നടക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുമുണ്ട്. അതൊന്നും എന്നെ കൊണ്ട് അനാമിക പറയിപ്പിക്കരുത്. നീ ഈ വീട്ടിലേക്ക് വന്നു കയറിയത് തന്നെ ഇവിടുത്തെ സ്വത്ത് മോഹിച്ചുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ നിന്റെ ഈ കുത്തിത്തിരിപ്പ് കാരണമാണ് മുത്തശ്ശന് വയ്യാതെയും വന്നത്. എടി, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു കൊള്ളാം. നീ കൂടുതൽ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട കേട്ടോ. നിനക്ക് നാണമുണ്ടോ? പലതവണ നിന്റെ അമ്മായിയമ്മയും ഭർത്താവും നിന്നെ ഈ വീട്ടിൽ നിറക്കി വിട്ടതാണ്. എന്നിട്ട് വീണ്ടും വീണ്ടും വലിഞ്ഞു കയറി വരികയല്ലേ? അതെങ്ങനെയാണ് വലിഞ്ഞു കയറി വരാതിരിക്കുക? കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളല്ലേ അനന്തപുരിയിലുള്ളത്. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? അല്ലേ? ഇതിന് പറയേണ്ടത് നിന്നെയല്ല, നിന്റെ തന്തയും തള്ളയുമാണ്. അവരുടെ വളർത്തുദോഷമാണ് നീ ഇങ്ങനെയാകാൻ കാരണം. ദേ അനാമികെ, ഞാൻ നിന്നോട് പലയാവർത്തി പറഞ്ഞിട്ടുണ്ട്, എന്നെ നിനക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പറയാം. പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മയും ആവശ്യമില്ലാതെ ഒരു കാര്യത്തിലും വലിച്ചിഴക്കരുത് എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമിടി എന്ന് ചോദിച്ചുകൊണ്ട് അനാമിക പെട്ടെന്ന് മുൻപോട്ട് ആഞ്ഞുകൊണ്ട് നയനയുടെ കഴുത്തിൽ കിടന്ന താലിമാലയിൽ കയറി കുത്തിപ്പിടിച്ചിട്ട് പറയുകയാണ്, ഈ താലിയുടെ ബലത്തിൽ നിന്നുകൊണ്ടാണോ നീ ഇവിടെ ഇത്തരം തോന്നിവാസങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്? ഭർത്താവ് വേണ്ട എന്ന് പറഞ്ഞ് നിന്നെ ഇവിടെ ഇറക്കി വിട്ടതല്ലേ? പിന്നെ എന്തിനാടി നീ ഈ വീട്ടിലേക്ക് വീണ്ടും വലിഞ്ഞു കയറി വന്നത്? ഈ വീട്ടിലെ സ്വത്തിനെക്കുറിച്ചും മുത്തശ്ശനെക്കുറിച്ചും ഒന്നും നീ ഇനി ഒരു അഭിപ്രായവും പറയണ്ട. ഇത് പറഞ്ഞുകൊണ്ട് നയനയുടെ കഴുത്തിൽ കിടന്ന താലിമാല അനാമിക വലിച്ചു പൊട്ടിച്ച് താഴേക്ക് എറിയുകയാണ്. പെട്ടെന്ന് ഈ കാഴ്ച കണ്ടുകൊണ്ട് ആദർശ് അവിടേക്ക് കയറി വരുന്നുണ്ട്. ആദർശ് ചോദിക്കുകയാണ്, അനാമികെ, നീ എന്താണ് ഈ കാണിച്ചത്? എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ കിടക്കുന്ന താലിമാല വലിച്ചു പൊട്ടിക്കുവാൻ നിനക്കാരാണ് അധികാരം തന്നത്? അത് പിന്നെ ആദർശേട്ടൻ തന്നെയല്ലേ ഈ വീട്ടിൽ നിന്ന് ഇവളെ ഇറക്കി വിട്ടത്? പിന്നെയും ഇവളിവിടെ വലിഞ്ഞു കയറി വന്നതാണ്. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അതിനകത്ത് തലയിടുവാൻ വരണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നീ കാണിച്ചത് എന്താണെന്ന് നിനക്കറിയുമോ? ഇത്തരം നെറികേടുകൾക്ക് നിന്റെ കരണമടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. എടുക്കടി നീ പൊട്ടിച്ചെറിഞ്ഞ താലിമാല. ഇത് കേട്ടുകൊണ്ട് അനാമിക ഒരു നിമിഷം പകച്ചു നിൽക്കുമ്പോൾ, നിന്നോടല്ലേ പറഞ്ഞത് എടുക്കാൻ? ഇത് കേട്ടുകൊണ്ട് മെല്ലെ പൊട്ടിച്ചെറിഞ്ഞ താലിമാല അനാമിക തിരികെ എടുത്തുകൊണ്ടുവരുമ്പോൾ
ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. ഞങ്ങളുടെ കുടുംബത്തിൽ പല കാര്യങ്ങൾ സംഭവിക്കും. മേലിൽ അത്തരം കാര്യങ്ങളിൽ തലയിടുവാൻ നീ വന്നേക്കരുത്. ഈ പൊട്ടിച്ചെറിഞ്ഞ താലിമാലയ്ക്ക് പകരം ഇന്ന് തന്നെ ഇതേ ഡിസൈനിലും ഇതേ തൂക്കത്തിലുമുള്ളൊരു താലിമാല അവളുടെ കഴുത്തിൽ നീ തന്നെ വാങ്ങിയിട്ട് കൊടുക്കണം. മനസ്സിലായോടി നിനക്ക്? എൻ്റെ ഭാര്യയുടെ മേൽ കൈവെക്കുവാനും അവൾക്ക് ഞാൻ കെട്ടിക്കൊടുത്ത താലി വലിച്ചു പൊട്ടിക്കുവാനും നീ ആയി അല്ലേ? ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ദേ ഇവിടെ വെച്ച് അത് മുഴുവൻ അവസാനിക്കുകയാണ്. വാ നയനെ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് തുടർന്ന് നയനയുടെ ചുമലിൽ കൈയിട്ടുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോവുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് ജലജയും ജാനകിയും അനാമികയും അമ്പരന്ന് നിൽക്കുകയാണ്. പത്രമാറ്റിൽ തുടർന്ന് സംഭവിക്കുവാൻ പോകുന്ന ഉദ്വേഗജനകമായ ദൃശ്യവിസ്മയങ്ങൾക്ക് വേണ്ടി വീണ്ടും നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണും വരേക്കും ബൈ ബൈ.